ഈ ബുൾജെറ്റും ചിക്കൻ അച്ചാറും 100 കിലോ ചിക്കൻ അച്ചാർ ഉണ്ടാക്കി ഈ ബുൾജെറ്റ് അവരുടെ പുതിയൊരു ബിസിനസ്സാണ്. ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള റവന്യൂ കാര്യങ്ങളും ചിലർക്ക് നല്ല രീതിയിലുള്ള പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ വരും. അപ്പം അതിന്ന് ലൈഫ് സെറ്റിലാവും. ഓക്കെ, പക്ഷേ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിന് എത്ര കാലം ആയസ് ഉണ്ടാവും എന്നുള്ളത് എപ്പോഴും എല്ലാവരും ചിന്തിക്കും. സോഷ്യൽ മീഡിയക്കകത്ത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ഭയങ്കര കൺസേൺ ആണ് എത്ര കാലം ഇതിനകത്ത് നിന്ന് ഈ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. സോ അങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ പലരും എന്ത് ചെയ്യും, ഒരു ബിസിനസ്, നമുക്കൊരു ബിസിനസ് തുടങ്ങാം, ഇതിന്നൊരു എമൗണ്ട് വന്നു, ലൈഫിൽ സെറ്റിലായി, വാട്ട്സ് നെക്സ്റ്റ്, നമുക്കൊരു ബിസിനസ് തുടങ്ങാം. ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ നിൽക്കുന്നിടത്തോളം കാലം ഇതുവഴി നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. സോഷ്യൽ മീഡിയയ്ക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ബിസിനസ് ഉണ്ടെങ്കിൽ. കാരണം നിയമവും കാര്യങ്ങളൊക്കെ മാറി വരുന്ന ടൈമാണ്. പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും പല നിയന്ത്രണങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ പല യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും വളരെ ആക്റ്റീവായിട്ടുള്ള പ്രൊഫൈലുകൾ അവരുടെ ഒരു ബിസിനസ് സൈഡും തുടങ്ങി വെച്ചിട്ടുണ്ടാവും. സോ അങ്ങനെയാണ് ഈ ബുൾജെറ്റ് ഇപ്പോൾ അച്ചാർ തുടങ്ങിയിട്ടുള്ളത്, ചിക്കൻ അച്ചാർ. ഈ ബുൾജെറ്റ് ഇതിനു മുമ്പും പല ബിസിനസ് ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവർ, ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ. പിന്നെ അതിൻ്റെ മുമ്പ് ഒരു സിനിമ, അവരുടെ തന്നെ സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ അവർ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ബാക്കി എന്തെന്നുള്ളത് അറിയില്ല. എന്താണെങ്കിൽ ഇപ്പോൾ അച്ചാർ അവരിടാൻ ഒരു ബിസിനസ്സാക്കി സ്റ്റാർട്ട് ചെയ്ത് അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവരൊരു വീഡിയോ, അവരുടെ ഫസ്റ്റ് 100 കിലോ ചിക്കൻ അച്ചാറിട്ടതിൻ്റെ വീഡിയോ അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ സ്വതവേ ഇപ്പം ഞാൻ ഈ ബുൾജെറ്റിൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണെന്നുള്ളത് എൻ്റെ വ്യൂവേഴ്സിന് അറിയുമായിരിക്കും. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് ഞാൻ അന്ധമായ പാൽക്കുപ്പിയല്ല. ഞാൻ എനിക്ക് വീഡിയോ കണ്ടിട്ട് വിമർശിക്കണം അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നിയ സമയത്ത് കൃത്യമായി വന്നിട്ട് ഞാൻ അവരെ വിമർശിച്ചിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കൃത്യമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അച്ചാർ വീഡിയോന് അടിയിൽ ഒന്ന് ഇതിൻ്റെ റേറ്റ്, അച്ചാറിൻ്റെ റേറ്റിനെ കുറിച്ചിട്ട് അതിഭീകരമായിട്ടുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. ആൻഡ് ദ മെയിൻ തിങ്, ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ, വൃത്തിയുടെ കാര്യം ഭയങ്കരമായിട്ട് ഈ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോയുടെ അടിയിൽ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ആ കമൻ്റ് ഇടാനും അവർക്ക് റീസൺസ് ഉണ്ട്. ഓക്കെ, ഇതിന് മുമ്പും ഈ ബുൾജെറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ ഫാമിലി ആയിട്ട് പോകുന്ന വഴിക്ക് വണ്ടി കുടുങ്ങി, ആ വണ്ടിക്കകത്ത് എല്ലാവരും കൂടിയും കുറേ ദിവസത്തോളം റോഡിൻ്റെ സൈഡിൽ സ്റ്റേ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഫാമിലിയും ഡോഗും എല്ലാം കൂടിയും കുട്ടിയും എല്ലാം കൂടി ആയ ടൈമിൽ ഇവർക്ക് റൂം എടുത്ത് മാറിക്കൂടെ. ആളുകൾ പറയുന്നതും ശരിയാണ്. കാരണം ഭയങ്കര കൺജസ്റ്റഡാണ്. ഒരു അറിയാമല്ലോ, ഒരു ക്യാരവനകത്ത് എത്ര പേര് എത്ര ദിവസം, അത് ഭയങ്കര സീനാണത്. അപ്പോൾ ആ ടൈമിലൊക്കെ ഇവരുടെ വൃത്തി ഭയങ്കരമായിട്ട് ഡിസ്കഷനിൽ ഉണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ വീണ്ടും വൃത്തി ചർച്ചയാവുകയാണ് ഈ ബുൾജെറ്റിൻ്റെ കേസിൽ. അപ്പോൾ എന്താണെങ്കിലും അച്ചാർ വീഡിയോയുടെ തുടക്കം നമുക്ക് കാണാം. ടെസ്റ്റർ നോക്കി നമ്മുടെ പീസ് പൊടിഞ്ഞിട്ടില്ല, നമ്മുടെ പീസ് പൊടിയാത്ത ടെസ്റ്റർ നോക്കിയേ. ഇതിൻ്റെ അകത്ത് ഗ്രേവിയിലും കൂടുതൽ പീസാട്ടോ. നോക്കിയേ, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, എണ്ണയല്ല സൺഫ്ലവർ ഓയിൽ, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ചില്ലി ഫ്ലെക്സ്, ഇത്രയും സാധനം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. നോക്കൂ, കഴിഞ്ഞ ഒരു ദിവസമല്ല ഒരാഴ്ചത്തെ കഷ്ടപ്പാടാണ്. ഒരു ദിവസം കൊണ്ട് നമ്മൾ അങ്ങനെ അച്ചാറിട്ടു. ഇത് പിറ്റേ ദിവസമാണ്. അങ്ങനെ നമ്മുടെ അച്ചാർ മൊത്തം റെഡി ആയിരിക്കുകയാണ്. ഈ അച്ചാർ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് മാത്രമുള്ളതാണ് അല്ലേ? ഗൈസ് നോക്കൂ, അതിന് മുമ്പ് 2-3 കാര്യങ്ങൾ പറയാം. അതായത് ഇതുപോലൊരു സാധനം വെച്ച് ഈ കാണുന്നതാണ് നമ്മുടെ അച്ചാർ. ഇതിൻ്റെ അകത്തോട്ട് നോക്കിയോ, ഫുള്ള് കഷ്ണങ്ങളാണ്. പിന്നെ ഒരു ഇച്ചിരി ഒരു എണ്ണ മേലുണ്ട്. കാരണം ഇത് നമ്മൾ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് എണ്ണ അത്രയും വെച്ചാൽ. ഇത് ഫുള്ള് പീസാട്ടോ, കഷ്ണം മാത്രമേ ഉള്ളൂ, ഗ്രേവി വളരെ കുറവാണ്. ഈ കാണുന്നത് 400 ഗ്രാമിൻ്റെ അച്ചാറും പിന്നെ അതേപോലെ തന്നെ തൊട്ട് ഈ കാണുന്ന അച്ചാർ 900 ഗ്രാമിൻ്റെ അച്ചാറും. അതെ, ഈ കാണുന്നത് 900 ഗ്രാമിൻ്റെ അച്ചാറുമാണ്. അപ്പം ഈ 3 സാധനമാണ് അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയതാണ്. അപ്പം ഇതാണ് നമ്മുടെ സാധനം. ഈ അച്ചാർ മേടിക്കുന്നവർക്ക് ഈ കാണുന്ന പിക്കിള് തികച്ചും സൗജന്യം. 900 ഗ്രാമിന് സൗജന്യമായിട്ട് 100 ഗ്രാം നാരങ്ങ അച്ചാർ 100-120 വരും കേട്ടോ. അത് ഞങ്ങൾ വലിയ തൂക്കം നോക്കിയില്ല. കാരണം
ഇത് ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട് 100-120 ഗ്രാം ഉണ്ട് ഈ സംഭവം. അപ്പം ഈ കാണുന്ന വലിയ ബോട്ടിൽ മേടിക്കുമ്പം ഇത് രണ്ടും, പിന്നെ അതേപോലെ ഇതുമാണ് നമ്മുടെ അച്ചാർ. അപ്പോൾ ഈ കാണുന്ന അച്ചാർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ്. അത്ര കുറേയൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഏതാണ്ട് 90 കിലോ ചിക്കനാണ് ഇട്ടത്. അതിട്ട് ലാസ്റ്റ് ഇത്രയും കുപ്പിയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അവർ അച്ചാർ ഇറക്കിയിരിക്കുകയാണ്. 900 ഗ്രാമും 400 ഗ്രാമും അച്ചാറാണ് അവർ ഇറക്കിയിട്ടുള്ള. 1200 രൂപയാണ് 900 ഗ്രാമിന് അവർ വില പറയുന്നത്. സോ വിലയുടെ കാര്യത്തിൽ എപ്പോഴും ഒരു കൺസേൺ ആണ്. അറിയാലോ, നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കുന്നു, അത് ആരിറക്കിയാലും നമുക്ക് നമ്മുടെ എഫേർട്ടിൻ്റെ ഒരു പ്രൈസ് നമ്മൾ പറയും. ഓക്കെ, അത് നമ്മളിടുന്നതാണ് അതിൻ്റെ പ്രൈസ്. ഇവിടെ അച്ചാറിന് ഇത്ര ക്വാണ്ടിറ്റിക്ക് ഇത്രത്തോളം വില എന്നുള്ള ഒരു ഫിക്സഡ് സാധനമൊന്നുമില്ല. എപ്പോഴും മാർക്കറ്റ് നോക്കുക. മാർക്കറ്റിൽ നമുക്ക് പ്രൊഡക്റ്റ് തള്ളാൻ പറ്റുന്ന രീതിയിൽ, നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ജിയോ ഒക്കെ ചെയ്യുന്നത് ഇടിച്ച് കയറി മാർക്കറ്റിന് പൊളിച്ചു, മനസ്സിലായോ? ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അഗ്രസീവായിട്ട് ഭയങ്കരമായിട്ട് മാർക്കറ്റിംഗ് നടത്താം. വിലയൊക്കെ താത്തി പിടിച്ച് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വിൽക്കാൻ നോക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഇതെന്തോ ഇവരുടെ അച്ചാറിനൊരു ഹൈ പ്രൈസ് ടാഗാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും അവർ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി അവർ പറയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു 900 ഗ്രാമിൻ്റെ ഒപ്പം ഒരു അച്ചാർ, നാരങ്ങ അച്ചാറിൻ്റെ ചെറിയൊരു ബോട്ടിൽ ഫ്രീ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ, പൈസയും കാര്യങ്ങളും ചെറിയ രീതിയിൽ ഡിസ്കഷനിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറയുന്നു, അവരുടെ പ്രൊഡക്റ്റാണ്, അവർക്ക് ഇഷ്ടമുള്ള പ്രൈസ് അവർക്ക് ഇടാൻ പറ്റും. പിന്നെ മാർക്കറ്റിൽ ഈ സാധനം ഇറങ്ങുന്ന സമയത്ത് ഈ പ്രൈസിനൊത്ത സാധനം ഉണ്ടോ, അല്ലെങ്കിൽ ഈ പ്രൈസിന് ഇതിലും കൂടുതലോ അല്ലെങ്കിൽ ഇതിലും ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ കൂടുതലുള്ള സാധനം കിട്ടുമോ എന്നുള്ളതൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നവരുടെ അപ്റ്റുതം, അവരുടെ ഇഷ്ടമാണ്. ഇതാണെങ്കിൽ അവർ ആ പ്രൊഡക്റ്റ് ഇറക്കി എന്ന് പറഞ്ഞിട്ട് അവർ അതിൻ്റെ വിലയും കാര്യങ്ങളും പറയുന്നു. ആ വിലയും കാര്യങ്ങളും ഡിസ്കഷനിലാവുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് മെയിൻ പാർട്ട് വരുന്നത്. ഈ ഒരു അച്ചാർ ഇവർ ഉണ്ടാക്കുന്ന രീതി, വൃത്തി, ഇതാണ് ഭയങ്കരമായിട്ട് കമൻറ്റ് ബോക്സിൽ ഇഷ്ടം പോലെ പേര് കമൻറ്റ് ചെയ്യുന്നത്. ഇതിന് 2-3 റീസൺസ് ഉണ്ട്. ഒന്ന്, ഇവർ ഈ ഇൻഗ്രീഡിയൻസ് കാണിക്കും. അച്ചാറിടാൻ അവർക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പോൾ മഞ്ഞപ്പൊടിയുടെ ആ ഒരു സൈഡിൽ വീഡിയോ ഇങ്ങനെ പാൻ ചെയ്ത് പോകുന്ന വഴിക്ക് മഞ്ഞപ്പൊടിക്കകത്ത് ഡോഗിൻ്റെ കാല് പോലെ ഒരു പാട് കാണുന്നുണ്ട്. ഓക്കെ, ഡോഗ് പോ പോലത്തെ ഒരു പാട്. ഇതെന്താന്നുള്ളതിന് വലിയ പിടുത്തൊന്നുമില്ല. ഇത് ഡോഗ് പോ ആണോ എന്ന് തന്നെ വലിയ പിടുത്തല്ല. അതോ ഇനി വേറെ എന്തെങ്കിലും വെച്ചപ്പോൾ വന്നതാണോ, ഇതൊന്നും പിടുത്തല്ല. പക്ഷേ കമൻറ്റ് ബോക്സിൽ ഇത് ഇവരെ വീട്ടിൽ നായ്ക്കളുണ്ട്. ഓക്കെ, ഈ നായ്ക്കൾ ആ കൂടിയൊക്കെ ചുറ്റി, ലൈക്ക് അറിയാലോ, അവരെ വീഡിയോസിനകത്തൊക്കെ നമ്മൾ കാണാൻ ചിലപ്പോൾ കെട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ ആ കൂടി നടക്കുന്നുണ്ടാവും. മഞ്ഞപ്പൊടിക്കകത്ത് പട്ടിയുടെ കാല് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കമൻറ്റ് ബോക്സിനകത്ത് അങ്ങോട്ട് പരിപാടികൾ തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ അങ്ങനെ ഒരു വലിയ അച്ചാർ, ഏതാണ്ട് 90 കിലോ ചിക്കൻ അച്ചാറിടാൻ വേണ്ടി 90 കിലോ എന്ന് വെച്ചിട്ടുണ്ട്. ചിക്കൻ മാത്രം, പച്ചക്കറി എല്ലാം കൂടെ 100 കിലോ അച്ചാർ അല്ലേ? നോക്കൂ, അതിന്റെ ഭാഗമായിട്ട് നമ്മള് 3 ഇതിന്റെ, അതായത് 3 കുറ്റിയുടെ ഗ്യാസ് ആണ്. കാരണം ഇത്രയും വലിയ ഉരുളിയിലാണ് നമ്മൾ ആദ്യം വറക്കാൻ വേണ്ടി പോകുന്നത്. തീ കത്തിച്ചു. ഇനി ഉരുളി നമ്മുടെ ഈ കാണുന്ന ബർണറിലേക്ക് കയറ്റുവാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ചിക്കൻ വറക്കുക എന്നുള്ള സെറ്റപ്പാണ് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മൾ മേടിച്ച് പൊടിച്ച മുളക് പൊടിയാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് തൊട്ടിപ്പുറത്തോട്ട് വരാൻ നേരത്ത് ഇത് കായമാണ്. പിന്നെ അതേപോലെ തന്നെ വറുത്ത് പൊടിച്ച ഉലുവയാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന മുളക് പൊടിയാണ് ഈ കാണുന്നത്. നേരത്തെ കണ്ട സെയിം സംഭവം. ഇത് നമ്മുടെ അച്ചാറിന് വേണ്ടിയുള്ള ചില്ലി ഫ്ലെക്സ് ആണ്. ഇതാണ് വെളുത്തുള്ളി. ഞങ്ങളെല്ലാവരും ട്രൗസർ കയറിയ പരിപാടിയാണ്. ഇനി തൊട്ടിപ്പുറത്തോട്ട് വരാൻ നേരത്ത് ഇത് പൊടിയുപ്പ്. പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി, ഇതാണ് ഗ്രീൻ ചില്ലി. പിന്നെ അതേപോലെ തന്നെ കടുക്, അതേപോലെ തന്നെ ഈ കാണുന്ന മഞ്ഞൾ, ഇഞ്ചി, നല്ല ഒന്നാന്തരം നാടൻ കറിവേപ്പില. അപ്പോൾ ഇതാണ് ഇവർ ഈ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ മഞ്ഞപ്പൊടിക്കകത്ത് പട്ടിയുടെ കാല് കണ്ടേ, പട്ടി ചവിട്ടിപ്പോയ മഞ്ഞപ്പൊടിയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ടുള്ള കമൻറ്റ് ബോക്സിനകത്ത് വന്നിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, കണ്ടു കഴിഞ്ഞാൽ എന്തോ ഇത് ചവിട്ടിപ്പോയതാണ്, പട്ടിയോ എന്തോ വാട്ടർ അങ്ങനത്തെ എന്തോ ചവിട്ടിപ്പോയതാന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് വീഡിയോയിൽ എവിടെയും വിസിബിൾ അല്ല, പട്ടീനെ എവിടെയും കാണുന്നില്ല. ഇനി വേറെ എന്തെങ്കിലും ഒരു സാധനം മഞ്ഞപ്പൊടീൻ്റെ അതിൻ്റെ മുകളിൽ വെച്ചാൽ ഇങ്ങനെ ആവുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും ഇതൊരു റീസണാണ്. ഓക്കെ, ഇത്രയും രൂപ കൊടുത്ത് നിങ്ങളെ കയ്യിൽ നിന്ന് അച്ചാർ വാങ്ങുമ്പോൾ പട്ടി ചവിട്ടിയ മഞ്ഞപ്പൊടി ഇട്ട് അച്ചാർ കഴിക്കണോ എന്നുള്ളൊരു ചോദ്യം ഇവരോട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. ആൻഡ് ദ വെരി നെക്സ്റ്റ് തിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോനകത്ത് ഇവരുടെ അച്ഛനാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് അവിടെ നിൽക്കുന്നത്.
അച്ഛനാണ് അച്ചാർ ഇടുന്നത്, അമ്മ റെസിപ്പി പറഞ്ഞു കൊടുത്തത് അവർ പറയുന്നുണ്ട്. അച്ഛൻ എന്താണെങ്കിലും അച്ചാറിൻ്റെ അവിടെ ഫുൾ ഓണാണ്. മൂപ്പര് എല്ലാ സാധനങ്ങളും അതിനകത്തേക്ക് ഇടുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അച്ഛൻ ഒരു ഫ്രെയിമിനകത്ത് നമ്മൾ നോക്കുമ്പോൾ സൈഡിൽ നോക്കി നിന്നിട്ട് മൂപ്പര് മൂക്ക് ചീറ്റുന്നുണ്ട്. ഓക്കെ, ഇത് എന്താ സംഭവം എന്ന് വെച്ചാല് ഞങ്ങളുടെ സ്പെഷ്യൽ മസാലയാണ്. ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ പൊടി. ഓക്കെ, അത് നിങ്ങൾ കണ്ടില്ലേ? അതായത് ആ മൂപ്പര് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ സംസാരിക്കുകയാണ്, മൂപ്പര് ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്ത് മൂക്ക് ഇങ്ങനെ ചീറ്റിയിട്ട് ഇങ്ങനെ തേച്ച്. അപ്പം അതും നോട്ട് ചെയ്യൂടെ, അതായത് ഈച്ച് ആൻഡ് എവറിത്തിങ് നോട്ട് ചെയ്യും. നമ്മളെ വ്യൂവർഷിപ്പിൻ്റെ പ്രത്യേകത ആണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും നമ്മളെ ഡേ ഇൻ എ ലൈഫ് ചെയ്യുമ്പോൾ ലൈക്ക് അത് വിസിബിൾ ആവും. നമ്മൾ പോലും നോട്ട് ചെയ്യാതെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ വ്യൂവർഷിപ്പ് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യും. അപ്പം അങ്ങനെ നോട്ട് ചെയ്തൊരു കാര്യമാണിത്. മൂപ്പര് ഇങ്ങനെ മൂക്കും ചീറ്റി പോയിട്ട് പിന്നെ മൂപ്പര് വന്നിട്ട് ഭക്ഷണത്തിന് അവിടെ നിൽക്കുന്നു, ഭക്ഷണം വീണ്ടും ഇടുന്നു. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഇവിടെ വൃത്തി ഫാക്ടറിനെ കുറിച്ച് ഭയങ്കര ഡിസ്കഷൻ. അടുത്തത് വരുന്നൊരു സംഗതി, ഇനി വരുന്നത് ഇവർ ഈ വീടിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇറച്ചി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് വീട്ടിനകത്തേക്ക് ഉരുളി കയറ്റി എന്നിട്ട് ഏകദേശം ഫിനിഷിങ് സ്റ്റേജ് ആക്കിയപ്പോൾ ഇവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനം ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു സ്പൂൺ എടുക്കുന്നു, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നു. ആദ്യം ആ സാധനം കയ്യിൽ വെച്ച് കഴിച്ചു നോക്കുന്നു, പിന്നെന്ത് ചെയ്യുന്നു, അടുത്ത ആളെ വിളിക്കുന്നു. അപ്പോൾ ഈ കയ്യിൽ വെച്ച് ഞാൻ നക്കി നോക്കിയിട്ടാണല്ലോ, അപ്പോൾ ഇതിങ്ങനെ കയ്യിൽ തട്ടുന്നുണ്ട്, സ്പൂണ് കയ്യിൽ തട്ടുന്നുണ്ട്. എന്നിട്ട് അതേ സ്പൂണ് പിന്നെ ഇടുന്നു, പിന്നെ അടുത്ത ആൾക്ക് കൊടുക്കുന്നു, പിന്നെ അടുത്ത ആൾ അങ്ങനെ ഇതൊക്കെ ഭയങ്കര ഡിസ്കഷനാണ്. എന്തായാലും ആളുകൾ ഭയങ്കരമായിട്ട് ഇത് കമൻറ്റ് ബോക്സിൽ ഇവരോട് പറയുന്നുണ്ട്. അങ്ങനെ പുറത്തുനിന്ന് നമ്മൾ ചിക്കൻ വറുത്തതിന് ശേഷം നമ്മുടെ ഹണ്ടിയും നമ്മുടെ ബർണറും നമ്മുടെ കുറ്റിയും ഇതാണ് നമ്മൾ വറുത്ത ചിക്കൻ. ഏതാണ്ട് 10, 40, 50 കിലോളം ചിക്കൻ വരും. 90 കിലോ വറുത്തതിന് ശേഷം അത്രയും വരുള്ളൂ ഞങ്ങളുടെ വിശ്വാസം. അതേപോലെ തന്നെ ഇതുണ്ടോ ഈ കാണുന്ന ഞങ്ങളുടെ മിസമ്പിൾ അല്ല ഞങ്ങൾ ഇവിടെ എത്തിച്ചു. കാര്യം എന്താന്ന് ചോദിച്ചാല് പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങൾ ഉള്ളി വെച്ച് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഉള്ളിൽ വെച്ച് ഉണ്ടാക്കാനുള്ള തീരുമാനം ഞങ്ങൾ കൈക്കൊണ്ടു. യെസ് ഗൈസ്, നോക്കൂ, അതായത് നമ്മുടെ ഹണ്ടി അങ്ങനെ ചൂടായി. ഹണ്ടിയിലേക്ക് നമ്മൾ നമ്മുടെ സൺഫ്ലവർ ഓയിൽ മൊത്തം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത്രയൊന്നും പോരാ. ഈ നമ്മുടെ അച്ചാർ എന്ന് പറയുമ്പോൾ വലിയ ഉണ്ടാവെന്ന് പറയുന്നത് കേട്ടതേ ഉള്ളൂ. ഇതിന്റെ അകത്ത് എത്ര എണ്ണ ഒഴിച്ചാലും തികയുന്നില്ല. നമ്മുടെ അച്ചാർ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിക്കൽ നമുക്കൊന്ന് ഇതിൻ്റെ എരിവും പുളിയും ഒന്ന് നോക്കാം. ശരിക്കും ഈ ഷെഫാർക്ക് ഉപയോഗിക്കുന്ന ടേസ്റ്റി സ്പൂണാട്ടോ അത്. ഒരല്പം ഉപ്പ് വേണം, ഉപ്പിൻ്റെ ഒരല്പം മധുരത്തിൻ്റെ കുറവുണ്ട് കേട്ടോ. ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കിയോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് മതി കേട്ടോ. അതെ, അല്ലെങ്കിലോ നോക്കിയാ പ്രേമി കൂടി ഇട്ട പരിപാടി കഴിഞ്ഞിട്ടാ അല്ലേ? എങ്ങനെയുണ്ട്? എന്താ ഉപ്പും മധുരവും വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മമ്മിയൊന്നും ഓക്കെ. അപ്പോൾ അവർ ടേസ്റ്റ് ചെയ്തു, സ്പൂണ് കയ്യിൽ ഇങ്ങനെ തട്ടിച്ചു, നക്കി നോക്കി, അടുത്ത ആളും സ്പൂൺ. അങ്ങനെ ഈ ഒരു കമൻറ്റ് ബോക്സ് ഫുള്ള് നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. പൈസയുടെയൊക്കെ കൂടുതൽ ഇവർ ഈ വൃത്തിയുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനത് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ബിസിനസ് ചെയ്യുന്നത് ഏറ്റവും സേഫായിട്ടുള്ള കാര്യമാണ്. സോഷ്യൽ മീഡിയക്കകത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ എത്ര കാലം നിങ്ങൾക്ക് ഇത് മിൽക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സൈഡിലൊരു ബിസിനസ് സംഗതി ഓണാക്കി വെക്കുന്നത് എപ്പോഴും സേഫാണ്. പക്ഷേ ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ഭയങ്കര സീനാണ്. ഫുഡ് റിലേറ്റഡ് ആയിട്ട്, അതും നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആളുകളിലേക്ക് വിൽക്കാൻ വേണ്ടി കൊടുക്കുക എന്ന് വെച്ചോ, ആ ടൈമിൽ ഇത് ഉണ്ടാക്കുന്ന സ്ഥലവും ഇതിൻ്റെ വൃത്തിയും മെയിനാണ്. ഓക്കെ, ഇപ്പോൾ പല ചോദ്യം വരാം. അപ്പോൾ നാട്ടിൽ കാണുന്ന എല്ലാ അച്ചാറും നീയൊക്കെ കണ്ടിട്ടാണോടാ തിന്നുന്നേ? കുപ്പിയിൽ വരുന്ന അച്ചാർ എവിടെയൊക്കെ ഇട്ട് ഉണ്ടാക്കി, അത് ഏത് വെള്ളത്തിലുണ്ടാക്കി എന്നുള്ളൊരു ചോദ്യം വേണമെങ്കിൽ ഇവർക്ക് തിരിച്ച് ചോദിക്കാം. ഈ കമൻ്റ് ഇടുന്നവരോടും ഇത് പറയുന്നവരോടും ഇവർക്ക് തിരിച്ച് ചോദിക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇത് നിങ്ങളുടെ ട്രസ്റ്റിൻ്റെ മുകളിൽ, വിശ്വാസത്തിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മൾ സ്വയം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് ആ ട്രസ്റ്റിൻ്റെ മുകളിൽ ആൾക്കാർ മേടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതൊരു ബെറ്റർ ഫേസിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ പ്രസൻറ്റേഷന് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് പ്രസൻറ്റേഷൻ കൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യുന്നു, അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഒരു സെയിൽസ് കൂടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊരു ക്യാപ്പ് ഇടുകയാണ്, കയ്യിലൊരു ഗ്ലൗ ഇടുകയാണ്, പിന്നെ ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് വളരെ എന്താ പറയുക പ്രൊഫഷണലായിട്ട് ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സ്ഥലത്ത് വെച്ച് അത് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ വേറൊരു കാര്യം നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ
എന്ത് ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്തും ഉണ്ടാക്കുന്ന ആളുകൾ സംസാരിക്കാതെ ഒരു സൈഡിൽ ഉണ്ടാക്കും, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരാൾ അപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഇല്ലെങ്കിൽ ഇതിനകത്ത് കുറേ കമൻസ് അതുമുണ്ട്. ഉണ്ടാക്കുന്ന ആൾക്കാരും സംസാരിക്കുന്നുണ്ട്, അവർ വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഓബിയസ്ലി ഇത് നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, മൈൻഡ് ചെയ്യില്ല. പക്ഷെ നമ്മൾ വേറൊരാളുടെ ഒരു വീഡിയോ കാണുമ്പോഴോ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. ആളുകൾ സംസാരിച്ച് ഇത് ഉപ്പലുള്ള അതിൽ ചാടൂ, ഇതെന്തിനെങ്ങനെ വാർത്ത ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഇറക്കാനുള്ളൊരു പ്ലാനാണ്. ആ പ്രൊഡക്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളെ സെയിൽസ് കൂടണം. അപ്പോൾ കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് ഈ സാധനം വേണമെങ്കിൽ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഓബിയസ്ലി ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ നിറച്ച് ഡോഗ്സ് ഉള്ളതാണ്. ഓക്കെ. പക്ഷെ നമ്മളത് നോക്കും. നമ്മൾ ഡോഗ്സ് ഉണ്ടെങ്കിലും വളരെ എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിനൊക്കെ നമ്മളത് ആ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാതെയോ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് ഫുഡിൻ്റെ കാര്യത്തേക്ക് ഒന്നും നമ്മൾ അടുപ്പിക്കാതെ അങ്ങനെ മാറ്റി നമ്മൾ നോക്കും. കാരണം രോമവും കാര്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാണ്. പിന്നെ ഇത് വീഡിയോയിലേക്ക് ഇപ്പോൾ ഇവരുടെ കോണ്ടന്റിനകത്ത് ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാം വീട്ടിൽ ഡോഗ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ മഞ്ഞപ്പൊടീനകത്ത് ലൈക്ക് കാലാണ് എന്ന് തോന്നിക്കുന്ന ഒരു ഇത് കാണുമ്പോൾ ഓൾറെഡി അത് ഡോഗ് ഒന്ന് ചവിട്ടി എന്നുള്ള രീതിയിൽ വരാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മനസ്സിലായി? ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്നും ഒരു വിഷയമാവില്ല, ഇതൊന്നും ഒരു സീനാവില്ല. ഇപ്പം അച്ഛനപ്പുറത്ത് നിന്നിട്ട് എന്ന് പറഞ്ഞാൽ ആക്കി മൂപ്പര് തുടച്ചിട്ട് പോയി. ഇപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ അമ്മമാർ തുമ്മാറുണ്ട്, വേർപ്പ് ഉടയ്ക്കാറുണ്ട്. അതങ്ങനെയാണ്. പക്ഷേ ജനങ്ങളിലേക്കൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് തരികയാണ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടിയും എന്താ പറയുക, പ്രൊഫഷണലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം എക്സിക്യൂട്ട് ചെയ്ത് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ. ഇല്ലെങ്കിൽ ഓൾറെഡി ഒരു വൃത്തിയുടെ കേസ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്താ വെരി നെക്സ്റ്റ് തിങ്, നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ്, അത് ഫുഡ് റിലേറ്റഡ് ആയിട്ട് പ്രൊഡക്റ്റ് ഇറക്കുന്നു. ഞാൻ ഈ ടെസ്റ്റ് ചെയ്യുന്ന കാര്യം അതേപോലെ തന്നെ ഈ ടെസ്റ്റ് ചെയ്യുന്നൊക്കെ സമയത്ത് ടെസ്റ്റിംഗ് സ്പൂൺ എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വേറൊരു സ്പൂൺ ഉപയോഗിക്കാം. ഒരു സ്പൂൺ ടെസ്റ്റ് ചെയ്ത് അടുത്ത സ്പൂൺ. ഇതൊക്കെ ആ ഒരു എന്താ പറയുക, ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നാട്ടുകാർക്ക് കൊടുക്കാനുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഒരു രീതിയിലും ഹൈജീൻ ഇല്ലാതെ അല്ല, ഞങ്ങൾ കംപ്ലീറ്റ് ഹൈജീൻ കീപ്പ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കുന്നത്. നിങ്ങൾ ഇനി എത്ര പാക്ക് ചെയ്താലും എത്ര അടിപൊളിയായിട്ട് അത് മാർക്കറ്റ് ചെയ്താലും ആളുകളിലേക്ക് എത്തുമ്പോൾ ഇത് കണ്ടതുകൊണ്ടാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാണാത്ത ഏതെങ്കിലും ഒരു ബ്രാൻഡ് കടയിൽ പോയി വാങ്ങുന്ന ആൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കില്ല. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിത് കാണിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഹൈജീനിനെ കുറിച്ച് ടോക്ക് വരും. സോ ആ ടോക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട് വളരെ അടിപൊളിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സാണ്, നല്ല മാർക്കറ്റുള്ള ഒരു ബിസിനസ്സാണ്. ഇപ്പോൾ ഒരുപാട് പേര് അച്ചാറിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന് ഭയങ്കര അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. പഴയ പോലെ എല്ലാവരും വീട്ടിനകത്ത് അമ്മമാരും ഇവരൊന്നും അച്ചാർ ഇടുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഇതേപോലെ വാങ്ങുന്നു, ഹോം മെയ്ഡ് അച്ചാർ വാങ്ങുന്നു, യൂസ് ചെയ്യുന്നു, കഴിയുന്നു. ഇത്രയാണ്. അപ്പോൾ അച്ചാറിന് ഭയങ്കരമായിട്ടുള്ള മാർക്കറ്റ് ഉണ്ട്, നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ ആളുകളിലേക്ക് നിങ്ങളിത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വെൽ പ്ലാൻഡ് ആയിട്ട് പ്രിപ്പയർ ആയിട്ട് ചെയ്യുക. ഓക്കെ. ടെസ്റ്റ് ഡോസ് മാതിരി ചുമ്മാ അടിച്ചിറക്കുമ്പോൾ ഇതേപോലുള്ള ഫ്ലോസ് വരും. അത് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അവർ ഡെഫിനറ്റ്ലി അവരെന്ത് ചെയ്യും, കാരണം പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമാണ്, അവർ ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ. അപ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി പ്ലാൻഡായി കുറച്ചും കൂടി എന്താ പറയുക, ഹൈജീനൊക്കെ കീപ്പ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കിടലായിട്ട് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവുന്ന ഒരു ബിസിനസ്സാണ്. ആൻഡ് ഡെഫിനറ്റ്ലി എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് സൈഡിലൊരു ബിസിനസ് കീപ്പ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും.